ഹലോ ഹായ്. അപ്പോൾ നമ്മൾ ചാനലിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ, നമ്മൾ ഇന്നലെ ഇട്ടത് അതിന് മുന്നത്തെ ഉള്ള ഞായറാഴ്ചത്തെ വീഡിയോ, ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തേത്. അപ്പോൾ രാവിലെ ദോശയായിരുന്നു നമുക്ക് കാപ്പിയായിട്ട്. അപ്പോൾ ദോശയും കടല ഒന്ന് റോസ്റ്റ് പോലെ ആക്കാമെന്ന് കരുതി. കടല കുറവായിരുന്നു, അപ്പോൾ അത് കറി വെച്ചാൽ വെള്ളം പോലെ കിടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് ഇച്ചിരിയല്ലേ ഉള്ളൂ, അതങ്ങ് റോസ്റ്റ് ആക്കാം എന്ന് കരുതി. അങ്ങനെ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്ത് കറിക്കുള്ളത് റോസ്റ്റിനുള്ള അടപ്പയിലോട്ട് ആക്കിയിട്ട് പിന്നെ ഞാൻ ചെടിയൊക്കെ നോക്കി. ചെടി എല്ലാവരും ഇപ്പോൾ താഴെയായിരിക്കുന്നത്. ഇനി അവരെടുത്ത് മഴയൊക്കെ ഒന്ന് മാറുമ്പോൾ എടുത്ത് മുകളിലോട്ട് വെക്കണം. മഴയല്ല, കാറ്റിനെയാണ് പേടി. അതുകൊണ്ട് എടുത്ത് താഴോട്ട് വെച്ചേക്കുവാണ്. താഴോട്ട് വെക്കേണ്ടി വന്നു. അങ്ങനെ പിന്നീട് താണ്ടെ നമ്മുടെ കറിക്കുള്ള കാര്യമൊക്കെ എല്ലാം ഒന്ന് വഴണ്ട് വന്ന് പിന്നെ കടല വരിയിട്ട് അധികം അങ്ങ് വഴട്ടിയെടുത്തില്ല, നമ്മൾ ദോശയ്ക്കാണല്ലോ, അതുകൊണ്ട് കുറച്ച് ഗ്രേവി പോലെ ആക്കിയെടുത്ത്. പിന്നീട് പൂവൊക്കെ വിരിഞ്ഞിട്ട് ഒത്തിരി ആയി, ഒന്നും വെട്ടിക്കൊടുത്തൊന്നുമില്ല. വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ചെടി നശിച്ചും പോവും, ആ ഒരു പൂവിടലേ കാണത്തുള്ളൂ. കുറച്ചൊന്ന് പൂവൊന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ വെട്ടി കൊടുക്കുന്നതാണ് നല്ലത്. വെട്ടി നിർത്തുമ്പോൾ പിന്നെ അതിൽ നിന്ന് പുതിയ കമ്പുകളും കാര്യങ്ങളൊക്കെ വരും. ഈ ചെടിയെല്ലാം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്, അല്ലാതെ വീട്ടിൽ നിന്ന് അങ്ങനെ പിച്ചിക്കൊണ്ടൊന്ന് കിളിപ്പിച്ചതല്ല. ഈ ഇലച്ചെടികൾ മാത്രമേ ഉള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കിളിപ്പിച്ചത്. തക്കാളിയൊക്കെ നമ്മൾ തക്കാളി ചീത്തയായപ്പം മണ്ണിൽ കൊണ്ടിട്ട് അങ്ങനെ ആക്കിയത്. അല്ലാതെ ഈ റോസകൾ മൊത്തം റോസ, ഒരു മൂട് മുല്ല, ഇതെല്ലാം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ നന്നായിട്ട് കിളിക്കുന്നു, ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. പുഴുശല്യമുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ സോപ്പ് വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കൊടുക്കും. അങ്ങനെ എൻ്റെ ദോശ റെഡിയായി. അപ്പം രാവിലെ തന്നെ അത് കഴിച്ച്. ദോശയും നമ്മളെ കടല റോസ്റ്റും. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് ചോറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ ചെടിയുടെ കാര്യമെല്ലാം നോക്കി ഒക്കെ വന്നിട്ട് അപ്പം തന്നെ ലേറ്റായി. നമ്മൾ ഞായറാഴ്ച ആകുന്നുണ്ടെങ്കിൽ താമസിച്ചും പയ്യൊക്കെ എല്ലാം ചെയ്യുന്നത്. പിന്നെ ദോശയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വിചാരിച്ചു ബീട്രൂട്ട് തോരൻ, ഉച്ചയ്ക്കത്തേക്ക് ബീട്രൂട്ടിൻ്റെ തോരൻ വെക്കാമെന്ന് കരുതി. കാരണം ഇന്നൊരു കല്യാണമുണ്ട്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് പോകുന്നില്ല, വൈകിട്ട് റിസപ്ഷന് പോകുന്നു. അപ്പോൾ ജോലിയൊക്കെ നേരത്തെ ഒതുക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ തോരനുള്ള കാര്യങ്ങളാക്കി. കാരണം നമുക്ക് മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ തോരനും കൂടെ വെച്ചാൽ ചോറും ആവുന്നുണ്ട്, ഉച്ചക്കത്തേക്കുള്ള കാര്യമൊക്കെ റെഡിയാവും. അങ്ങനെ അരപ്പെല്ലാം കൂട്ടി ഇട്ടു. എൻ്റെ കൂടെ 10 വരെ പഠിച്ചതാണ്, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് 10 വരെ പഠിച്ചതാണ്. അപ്പം അവൻ്റെയാണ് കല്യാണം. അപ്പോൾ നമ്മളെ വീട്ടിനടുത്ത് ഇവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ വൈകിട്ട് മോളുമായിട്ട് കല്യാണത്തിന് പോകാമെന്ന് കരുതി. ദാണ്ടെ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചു. പിന്നീട് ഞാൻ അടുക്കളയൊക്കെ വൃത്തിയാക്കി. തോരൻ ചോറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളല്ലോ വെക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതന്നെ ഉച്ച കഴിഞ്ഞ്, വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് പോന്ന്. അപ്പം അതെല്ലാം കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് അകവും കാര്യങ്ങളൊക്കെ നല്ലോണം അടിച്ചു വാരിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടിരുന്നാൽ പിന്നെ കല്യാണത്തിന് വൈകുന്നേരം നമുക്ക് നേരത്തെ പോയിട്ട് നേരത്തെ വരികയും ചെയ്യാം. നല്ല വെയിലുണ്ടായിരുന്നു, മഴയൊക്കെ മാറിയെന്ന് തോന്നുന്നു. പാത്രം എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ പോകാറാകുമ്പോഴത്തേക്ക് അതെല്ലാം തോന്നി കിട്ടുകയും ചെയ്യും. ഇതെല്ലാം പറക്കി അടുക്കി വെച്ചിട്ട് പോവാം. പിന്നെ ഞാൻ വിചാരിച്ചു കല്യാണത്തിന് ഇട്ടുകൊണ്ട് ഒരു ടോപ്പ് എടുത്തിട്ട്, അപ്പോൾ അത് ചുളുങ്ങിയിരിക്കുന്നു. അപ്പോൾ വിചാരിച്ചു ഒന്ന് തേച്ചേക്കാന്ന്. അങ്ങനെ തേച്ചൊക്കെ വെച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് കാരണം വയ്യ. മഴയായാൽ മഴ, ചൂടാണെങ്കിൽ ചൂട്. അപ്പം നാരങ്ങയും ഇച്ചിരി സ്ക്വാഷ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് ചേച്ചിയമ്മയും മോളും കൂടെ അത് പിഴിഞ്ഞ് അങ്ങനെ അത് ഉച്ചയ്ക്ക് ഓരോ ഗ്ലാസ് കുടിച്ച്. ചോറ് കഴിക്കുന്നതിന് മുന്നേ തന്നെ അത് കഴിച്ചു. അതുകൊണ്ട് ചോറ് വൈകുന്നേരം ആയപ്പോഴാണ്, 3 മണിയൊക്കെ ആയപ്പോഴാണ് ചോറ് പിന്നെ കഴിക്കാൻ തുടങ്ങിയത്. പിന്നീട് അരി ഊറ്റി വെച്ചിട്ടില്ലായിരുന്നു, റൈസ് കുക്കറിൽ തന്നെ വെച്ചിരുന്നു. അടുക്കളയെല്ലാം വൃത്തിയാക്കി ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ അരി എടുത്ത് ഊറ്റിയതൊക്കെ. ഇത് നമ്മൾ ഇന്നലത്തെ തലേന്ന് മാങ്ങ ഇട്ട് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പറ്റിച്ച് വെച്ച്. പിന്നെ നമ്മുടെ തോരൻ. അന്ന് ഉച്ചയ്ക്കുള്ള ഞങ്ങളുടെ കാര്യങ്ങൾ ഇതായിരുന്നു. അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കാര്യങ്ങൾ. അതിന് മുന്നേ ഒരു ദിവസം മഴ പെയ്തപ്പോൾ എടുത്തതാണ്. മഴയല്ല, കാറ്റ്. ഇങ്ങനെ കാറ്റ് വീശുന്നത് ഇത്രയും നാളിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം മൊത്തത്തിൽ അടിച്ച് കയറി പെര മൊത്തം ഇതൊക്കെ തൂത്തിട്ടിരുന്ന ക്ലീനാക്കി ഇട്ടിരുന്ന അകമായിരുന്നു. വെളിയിൽ നിന്ന് ചെടിയുടെ വരെ പൂ വരെ പൊഴിഞ്ഞിങ്ങ് അകത്ത് കയറുക ചെയ്തത്. പിന്നെ ബെഡ്റൂം എല്ലാം നനഞ്ഞ്, ഹോള് മൊത്തവും നനഞ്ഞ്. എന്ന് വെച്ചാൽ കതക് നമുക്ക് കാറ്റ് കാരണം അടയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതായിരുന്നു ഏറ്റവും വലിയ വിഷമം. 2 ചെടിച്ചട്ടി പൊട്ടി.
പിന്നെ ആ കാറ്റിൽ വെളിയിലോട്ട് നമുക്ക് കതവ് പിടിച്ച് ഇങ്ങനെ പിടിച്ച് വെച്ചുകൊണ്ട് ഇറങ്ങാൻ വയ്യ, അമ്മാതിരി കാറ്റ്. അങ്ങനെ പിന്നെ ഒന്ന് ഇതായപ്പോഴത്തേക്ക് ഒരു മിനിറ്റ് പോലും ആ കാറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തുവാ ആ സമയം കൊണ്ട് സംഭവിച്ചതെന്ന് അറിയാൻ വയ്യ, അമ്മാതിരി കാറ്റായിരുന്നു. നമ്മളിതുവരെ ഇങ്ങനൊരു കാറ്റ്, ചിലപ്പോൾ നമ്മൾ മുകളിലായതുകൊണ്ടായിരിക്കും ഇത്രയും ശക്തിയായിട്ട് ആ കാറ്റ് അടിച്ചത്, ഇത്രയും ഇതായത് അറിഞ്ഞുകൂടാ. പക്ഷേ പേടിച്ചു, നല്ലോണം പേടിച്ച്. കതക് നമുക്ക് പിടിച്ച് അടയ്ക്കാനായിട്ട്, അകത്ത് നിന്നുകൊണ്ട് പിടിച്ച് അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല. ആ രീതിയിലുള്ള ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. ഇങ്ങനെ തന്നെ എല്ലായിടവും നടക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാണ്ടാവുന്നു. ഇപ്പോൾ നമ്മൾ ആ ചേട്ടൻ തന്നെ, നമ്മൾ എത്ര ദിവസം കൊണ്ട് നമ്മൾ തിരക്കുന്നു, ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്ന, ഒരു ആപത്തും ഇല്ലാതെ ചേട്ടനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബം കാത്തിരിക്കുന്നു, കേരളം കാത്തിരിക്കുന്നു. അതൊക്കെ കിട്ടട്ടെ, ഒരു ആപത്തും കൂടാതെ കിട്ടട്ടെ തമ്പുരാനെ. പിന്നീട് ഞാൻ ചെടിയൊക്കെ എടുത്ത് അന്ന് തന്നെ വൃത്തിയൊക്കെ ആക്കി വെച്ചു. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ